വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പി, മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ, മുബഷിർ പി അക്ബർ. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. അഷ്കറിലേക്ക് ഞാൻ ആദ്യം വരികയാണ്. അഷ്കർ, ഈ കണക്ക് കള്ളക്കണക്കാണ് എന്ന് അഷ്കർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആധികാരികമായി സർക്കാരിന് തന്നെ വിവരങ്ങൾ വെച്ച് നമ്മൾ ഒരു ക്രോസ് മാച്ച് നടത്തിയാൽ പോലും മന്ത്രി പറഞ്ഞതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ അഷ്കർ. ഗുഡ് മോർണിംഗ്. മന്ത്രി ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിരുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ കണക്കിലെ കളികൾ തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ +1 സീറ്റിന് അപേക്ഷകളേക്കാൾ കൂടുതൽ സീറ്റുണ്ടെന്ന് സമർത്ഥിക്കാൻ മന്ത്രി എണ്ണിയിരുന്നത് പോളിടെക്നിക്കും അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളുമായിരുന്നു. അതിനെതിരെ വലിയ മാധ്യമ ശ്രദ്ധ അടക്കം അതിൽ പതിഞ്ഞതോടെയാണ് പിന്നീട് അൺഎയ്ഡഡ് സീറ്റുകളെ അടക്കം ആഡ് ചെയ്തുകൊണ്ടുള്ള കണക്കുകൾ സർക്കാർ തന്നെ ഏകജാലം വഴി അൺഎയ്ഡഡ് സീറ്റുകൾ വഴി അടക്കം എണ്ണം കൂട്ടിക്കൊണ്ടുള്ള അത് മറികടന്നുകൊണ്ടുള്ള ഒരു കണക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതും പിന്നീട് പാളിയതോടെയാണ് ഇപ്പോൾ മന്ത്രി മൂന്നാമത്തെ ഒരു അടവ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ അടവിൽ മന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നയം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയ 82,446 വിദ്യാർത്ഥികളെ 74,000 ചില്ലാണ് വിദ്യാർത്ഥികളായി മന്ത്രി ചുരുക്കി എന്നുള്ളതാണ്. അഥവാ മലപ്പുറം ജില്ലയിൽ +1 സീറ്റിനായി അപേക്ഷിച്ചിട്ടുള്ള ജില്ലയിലെ പുറത്ത് മേൽവിലാസമുള്ള വിദ്യാർത്ഥികൾ അഥവാ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും ജില്ലയിലേക്ക് കുടിയേറി പാർത്ത ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ മേൽവിലാസം എന്ന് പറയുന്നില്ലെങ്കിൽ അവർ SSLCക്ക് പഠിച്ച സ്കൂളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും മലപ്പുറം ജില്ലയുടെ പുറത്തായിരിക്കും. ആ വിദ്യാർത്ഥികളായ 7,006 വിദ്യാർത്ഥികളെ വെട്ടിക്കൊണ്ടാണ് ഇന്നലെ മന്ത്രി പുതിയ കണക്ക് അവതരിപ്പിച്ചത്. എന്നാൽ സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഇതര ജില്ലകളിലെ മേൽവിലാസമുള്ള അപേക്ഷകരുണ്ട്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പുറത്ത് മേൽവിലാസമുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ വെട്ടി 7,000 വിദ്യാർത്ഥികളെ ഈ ലിസ്റ്റിൽ നിന്ന് വെട്ടുന്ന അടവ് നയമാണ് മന്ത്രി സ്വീകരിച്ചത്. അതിന് പുറമെ എന്നിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കില്ല എന്ന് ബോധ്യമുള്ള മന്ത്രി 3 ഘട്ട അലോട്ട്മെന്റുകൾ പ്രവേശനം നേടാതെ പോയ വിദ്യാർത്ഥികളായ 10,897 വിദ്യാർത്ഥികളുണ്ട്. ഈ 10,000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ മന്ത്രി ഒറ്റയടിക്ക് വെട്ടിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ സീറ്റ് പ്രതിസന്ധിയില്ല എന്നുള്ള ഒരു പുതിയ കണക്ക് സൃഷ്ടിച്ചെടുക്കാൻ മന്ത്രി ശ്രമിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ 10,897 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഉയർന്ന മാർക്ക് വേണ്ടിയിട്ട് പോലും അവർ അപേക്ഷിച്ച ഒരു വിഷയത്തിന് ലഭിക്കാതിരിക്കുകയും അവർ ആഗ്രഹിക്കുന്ന വിദ്യാലയങ്ങളൊന്നും തന്നെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ അഡ്മിഷൻ ഘട്ടങ്ങളിൽ നിന്ന് മാറി നിന്നതാണ്. മൂന്നാം ഘട്ട അഡ്മിഷനിൽ പോലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അഥവാ 50,036 വിദ്യാർത്ഥികൾക്കായിരുന്നു മെറിറ്റിൽ 3 ഘട്ട അലോട്ട്മെന്റുകളോട് അവസരം ലഭിച്ചത്. പക്ഷേ അതിൽ 44,000 ചില്ലാനും വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ത് ചെയ്തത്, പ്രവേശനം നേടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്ത 5,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ല. ഈ വിദ്യാർത്ഥികളൊക്കെ വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധിയില്ല എന്ന് ആവർത്തിക്കാൻ വേണ്ടി പുതിയ കണക്കുകൾ തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശേഷമാണ് ഇന്നലെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അഥവാ 3ാം ഘട്ട പ്രവേശന നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് നാളെ 24-ാം തീയതി +1 ക്ലാസുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതനുസരിച്ചുകൊണ്ടുള്ള പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിച്ചത്. ഇതിലെ കണക്കുകൾ വെച്ച് നോക്കിയാലും മന്ത്രി പറയുന്ന കണക്കുകളെ തള്ളിക്കൊണ്ടാണ് ഈ ഡയറക്ടറേറ്റിന്റെ പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ള പുതിയ കണക്ക് പ്രകാരം തന്നെ 82,446 അപേക്ഷകരിൽ നിലവിലെ കണക്ക് പ്രകാരം 50,964 അൺഎയ്ഡഡ് സീറ്റുകൾ അഡ്മിഷൻ അടക്കം 50,964 വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും 31,482 വിദ്യാർത്ഥികൾ പുറത്താണ് എന്നുള്ളതാണ്. എങ്ങനെ നോക്കിയാലും അൺഎയ്ഡഡ് സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 10,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പുറത്ത് തന്നെ നിൽക്കുന്ന സാഹചര്യം ജില്ലയിൽ തുടർന്നു. അപ്പോഴാണ് അൺഎയ്ഡഡ് ഇല്ലാതെ തന്നെ 3,000-ൽ താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറത്ത് സീറ്റ് കുറവുള്ളൂ എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദത്തെ തന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന് കണക്കുകൾ കൊണ്ട് പൊളിക്കുന്നു എന്നുള്ള നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു.